കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന പുതിയ പെണ്ണെവിടെ? ചില പുതിയാപ്പളമാര് ഗതികേടിന് പള്ളി വെച്ച് നിക്കാണ്, ചിലപ്പോ നിക്കരിക്കാത്തവരും നിക്കരിച്ചു. അതേ സമയത്ത് കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന പുതിയ പെണ്ണെവിടെ? കല്യാണത്തിന്റെ അന്ന് അസ്ർ നിസ്കരിക്കുന്ന പുതിയ പെണ്ണെവിടെ? പണ്ട് ദീനുള്ള കുടുംബങ്ങളിൽ വീട്ടിലുള്ള ഉമ്മമാരും വലിയുമ്മമാരും ഒക്കെ പുതിയ പെണ്ണിന്റെ ചേലും മര്യാദയും ഒക്കെ മനസ്സിലാക്കുന്നത് വീട്ടിലേക്ക് പുതിയാപ്പള കൂട്ടിക്കൊണ്ട് വരുമ്പോ അതാ പുതിയാപ്പളയുടെ വീട്ടിൽ വന്നിട്ട് പുതിയ പെണ്ണ് ളുഹർ നിസ്കരിക്കുമ്പോ വലിയുമ്മമാര് നോക്കിയിരിക്കും, ഇവളെ മര്യാദയ്ക്ക് പഠിച്ചിട്ടാണോ വന്നതെന്ന് വാച്ച് ചെയ്യാനുള്ള ഇന്റർവ്യൂവിന്റെ സമയമായിരുന്നു. പക്ഷേ ഇന്ന് നിസ്കാരം ഒരു അജണ്ടയല്ല. ഇന്ന് നിസ്കാരം നോക്കേണ്ട ഉമ്മ ഓഡിറ്റോറിയത്തിൽ കിടക്കാണ്, കൂടെ നിസ്കരിക്കേണ്ട മാതാവ് ജനങ്ങളുടെ കൂടെ ബഹളത്തിലാണ്. ഈ മകൾക്ക് ളുഹർ നിസ്കരിക്കാതെ നിങ്ങൾ കെട്ടിച്ചു വിടുന്ന ദിവസത്തിന്റെ അന്ന് അതാ ബറക്കത്തുണ്ടോ പെങ്ങളെ നിന്റെ ജീവിതത്തിൽ? അല്ലാഹുവിന്റെ കാരുണ്യം വരുമോ? അല്ലാഹ്ക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. പണ്ടൊക്കെ ആണെങ്കിലോ വിവാഹത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കുന്ന സമയത്ത് ഉമ്മമാരോടൊന്ന് ചോദിക്കും വാപ്പമാര്, എന്താ നമ്മുടെ മോള് കല്യാണം 15-ാം തീയതി ആക്കിയാലോ? അപ്പം മകളുടെ ഡ്യൂറേഷൻ അറിയുന്ന, പീരീഡ് അറിയുന്ന ഉമ്മ പറയും, വേണ്ട നമുക്ക് 22-ാം തീയതി ആക്കാം. അതിന്റെ അർത്ഥം 15-ാം തീയതി മോള് ശുദ്ധിയുള്ള അവസ്ഥയിൽ ആയിരിക്കില്ല എന്ന ഒരു സൂചന നൽകിയിട്ട് കല്യാണം നിശ്ചയിക്കാറുണ്ടായിരുന്നു. ഇന്ന് ആ നിശ്ചയത്തിന്റെ ദിവസം പോയിട്ട് ഓഡിറ്റോറിയം ഒഴിവുള്ളത് ഇനി വെള്ളിയാഴ്ച ഉച്ചയാണെങ്കിലും വേണ്ടില്ല, അന്നായിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്ന കാലം വന്നപ്പോ എത്ര സ്വകാര്യ ജീവിതങ്ങൾ അപകടത്തിലായി പോയി മോളെ. വാപ്പമാരെ നിങ്ങളും ഉത്തരവാദികളാണ്, ഉമ്മമാരെ നിങ്ങളും പ്രതിക്കൂട്ടിലാണ്. വിശാലമായി ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വന്നു പോയാൽ അവൻ അല്ലാഹുവിനോടുള്ള അമാനത്തിൽ വീഴ്ച വന്നവനാണ്, അല്ലാഹുവിനോടുള്ള കടപ്പാടിൽ വീഴ്ച വന്നവനാണ്. നിസ്കാരത്തിലുള്ള വീഴ്ച വന്നു പോയാൽ അവനെ വിശ്വസിക്കാൻ പറ്റാത്തവനാണ്. അല്ലാഹുവിന് അവനിൽ വിലയില്ല. അപ്പോൾ നമ്മളെ പുതിയൊരു ജീവിതത്തിന്റെ വഴിയിലേക്ക് അതാ പുതിയാപ്പളയുടെ കൂടെ പുതിയ പെണ്ണ് പുതിയ ജീവിതത്തിന് കാലെടുത്തു വെക്കുമ്പോ അന്നത്തെ സുബഹിയും ളുഹറും അസറും ഒക്കെ ഖളാണെങ്കിൽ അന്നത്തെ രാത്രിയിൽ അല്ലാഹ് ബറക്കത്ത് ചെയ്യുമോ? അന്നത്തെ രാത്രിയിൽ അല്ലാഹ് ബറക്കത്ത് ചെയ്യുമോ? അല്പമെങ്കിലും ഈമാനുള്ള പെങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇനി വിവാഹം നടക്കേണ്ട പെങ്ങന്മാരൊന്ന് തീരുമാനിക്കേ, ഇൻഷാ അല്ലാഹ് എനിക്ക് നിസ്കാരം നിർബന്ധമുള്ള സമയമാണെങ്കിൽ ഞാൻ എന്റെ കല്യാണത്തിന്റെ അന്നത്തെ ളുഹറോ അസറോ അതുപോലെ തന്നെ സുബഹിയോ ഖളാക്കൂലാതെ ഒരു പ്രതിജ്ഞ ചെയ്യണേ മോളെ. നിന്റെ ജീവിതത്തിന്റെ ശോഭനമായ രാത്രിയാണ് വരുന്നത്, പക്ഷേ അത് മറ്റൊരു രാത്രിയുടെ സൂചനയാണ്. ദുനിയാവിലെ പുതുമണവാനും മണവാട്ടിക്കും കിട്ടുന്ന ആദ്യ രാത്രി ഖബറിലെ ആദ്യ രാത്രിയെക്കുറിച്ചും ഓർക്കാനുള്ള സമയമാണെന്ന് ഫാത്തിമത്തുൽ സഹ്റാ റളിയല്ലാഹു അൻഹാ ചരിത്രത്തിലൂടെ പറഞ്ഞു തന്നില്ലേ?